പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ 4-ാം അധ്യായമാണ്. അതിൻ്റെ 1-ാം ഭാഗം പഠിച്ചു തുടങ്ങി. അതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഇന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. കാരണം ഒരുപാടൊക്കെ വിശദീകരിക്കേണ്ടുന്ന ഭാഗങ്ങളാണുള്ളത്. ദൈവത്തിൻ്റെ പാപം ചെയ്ത മനുഷ്യനെ അവിടുന്ന് തോട്ടത്തിൽ നിന്ന്, പർദീസായിൽ നിന്ന്, ദൈവവുമായിട്ടുള്ള സഹവാസത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ദൈവം പിന്നെയും കാണിക്കുന്ന കരുണയാണ്. പുറത്താക്കിയ മനുഷ്യനെ എങ്ങനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരണം, ദൈവത്തിൻ്റെ സഹവാസത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ഒരു വെമ്പൽ കൊള്ളുന്ന, വേവലാതി കൊള്ളുന്ന, മനുഷ്യൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ വേവലാതി കൊണ്ട് മനുഷ്യൻ്റെ പുറകെ നടക്കുന്ന, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കൂടെ നടക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനിയുള്ള അധ്യായങ്ങളിലും ഒക്കെ അതാണ് കാണുന്നത്. 11 വരെയും അത് നമുക്ക് കാണാം, 11-ാം അധ്യായം വരെയും. അപ്പോൾ എന്തുകൊണ്ട് മനുഷ്യനെ പുറത്താക്കിയ ദൈവസ്നേഹം, ദൈവം കൊടുത്ത ബുദ്ധിയും സ്വന്തമായ എല്ലാ സാമർഥ്യവും എല്ലാ ജീവികളിലും സൃഷ്ടികളിലും വെച്ച് ഉള്ള വിശേഷാൽ ബുദ്ധി കൊടുത്തു. അത് ദുരുപയോഗം ചെയ്തപ്പോഴാണ് അതിനേക്കാളും വലിയ ബുദ്ധി, ദൈവത്തോടൊപ്പമുള്ള ബുദ്ധി കിട്ടുമെന്ന് വല്ലവരും പറഞ്ഞപ്പോൾ അത് കേട്ടു. സാത്താൻ പറഞ്ഞപ്പോൾ, ദുഷ്ടനായ ആദിയിലെ കൊലപാതകയും ദുഷ്ടനുമായ സാത്താൻ പറഞ്ഞപ്പോൾ അത് കേട്ട് അത് നേടാനുള്ള വഴിയാണ് നോക്കി. അങ്ങനെയാണ് തിരസ്കൃതനായത്. അല്ല, ദൈവമല്ല തിരസ്കരിച്ചത്. അത് മനസ്സിലാക്കണം. ദൈവം നമുക്ക് തരുന്ന നന്മകൾ അത് സ്വീകരിച്ച് അതിനെ യഥാവിധി ഉപയോഗിച്ച് ജീവിക്കാനാണ് എല്ലാ അധികാരവും കൊടുത്ത് കർത്താവ് മനുഷ്യനെ അവിടെ സ്ഥാപിച്ച് തൻ്റെ പർദീസായിൽ, സ്വർഗതുല്യമായ പർദീസായിൽ സ്ഥാപിച്ച് അവിടെ ഏർപ്പെടുത്തിയത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരുന്ന് തന്നെ ഇതൊക്കെ ഗ്രഹിക്കണം. ഇരുന്നെങ്കിലേ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. ഈ ഭാഗങ്ങളൊക്കെ ചുമ്മാ അങ്ങ് വായിച്ചു വിട്ടാൽ പറ്റുകയില്ല. കാരണം ഇന്ന് പലർക്കും പറ്റുന്നതാണ്, വായിച്ചു വിടുന്നു, എന്തെങ്കിലും പറഞ്ഞ് കേൾക്കുന്നു, പഠിപ്പിക്കുന്നു എന്നുള്ള ഉദ്ദേശത്തിൽ എടുക്കുമ്പോൾ കുറച്ച് ഭാഗം പഠിപ്പിച്ച് പാഠം തീരട്ടെ എന്നും പറഞ്ഞല്ല. വാചകങ്ങൾ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ, അത് ഹൃദയഫലങ്ങളിൽ പതിക്കണം. അത് ശരിയായിട്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടുന്നത് പഠിപ്പിക്കുന്നയാൾ. അതുകൊണ്ട് തന്നെ സമയം പോകുന്നു എന്നുള്ളതല്ല. ഞാൻ അതുകൊണ്ടാണ് ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടത്. കുറച്ചൊക്കെ വിശദീകരിക്കുക, ഡയറക്റ്റ് ക്ലാസ്സിലെ പോലെ വിശദീകരിച്ച് പറയാൻ പറ്റുകയില്ല ഇവിടെ. പക്ഷേ എങ്കിലും ഏകദേശമൊക്കെ കുറേയൊക്കെ അല്പമൊക്കെ വിശദീകരിച്ച് മനസ്സിലാക്കണം. ആരെങ്കിലും കുറച്ച് പേരെങ്കിലും, വിരലെണ്ണാവുന്ന ഒരു 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഗ്രഹിക്കണം, പഠിക്കണം, അല്ലെങ്കിൽ ഗ്രഹിക്കണം എന്നുള്ള ഒരു അത്യാർത്ഥിയോടുകൂടി ഇരിക്കുന്നവർ 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് പ്രയോജനപ്രദമാകട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമൂഹത്തിന് മൊത്തം പ്രയോജനപ്രദമാകും. എൻ്റെ അധ്വാനവും അത് ഫലം കാണും എന്ന് ഉള്ള വിശ്വാസത്തിലും പ്രാർത്ഥനയിലുമാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, കായൻ ബലിയർപ്പിച്ചു. പക്ഷേ മനസ്സാണ് ദൈവം നോക്കുന്നത്, ബലി വസ്തുവിലല്ല. എന്തുമാത്രം ബലി വസ്തുവിൽ നോക്കണമെന്നുള്ളതല്ല വേണ്ടിയത്. നമുക്കിവിടെ ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ മീഖ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം നമുക്ക് ഒന്ന് എടുക്കാം.
ആറാം അധ്യായം നമുക്ക് 4 മുതൽ ഒന്ന് വായിക്കാം. എൻ്റെ ജനമേ, നിങ്ങളോട് 3-ാം വാക്യം, നിങ്ങളോട് ഞാൻ എന്ത് ചെയ്തു, എങ്ങനെ ഞാൻ നിങ്ങൾക്ക് ശല്യമായി, ഉത്തരം പറയുവിൻ. കാരണം കർത്താവ് പിന്നെയും പാപം ചെയ്തവൻ്റെ പുറകെ നടക്കുകയാണ്, ജനങ്ങളുടെ പുറകെ കർത്താവിൽ നിന്നാകുന്നത്. ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ശല്യമായി, എങ്ങനെയാണ് നിങ്ങൾ അതുകൊണ്ട് ശല്യമായതുകൊണ്ടല്ലേ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നത്, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തത് തെറ്റ് എന്ന് ജനത്തോട് ദൈവവിശ്വാസികളായ ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തോട് ചോദിക്കുകയാണ്. അപ്പം മനുഷ്യരുടെ കൂട്ട് ഒരു തരളിത ഹൃദയമാണ് ദൈവം അവിടെ കാണിക്കുന്നത്. ദൈവത്തിന് ഇതിൻ്റെ ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ ദൈവം ഇച്ഛിക്കുന്നു, പ്രവർത്തിക്കുന്നു, അത് മതിയല്ലോ. ഇച്ഛിക്കണം, പ്രവർത്തിക്കണം. പക്ഷേ അങ്ങനല്ല ദൈവം. മനുഷ്യന് അവൻ്റെ സ്വന്തമായി സ്വയം പ്രവർത്തിക്കാനുള്ള സ്വയം ബുദ്ധി കൊടുത്തു, വിശേഷാൽ ബുദ്ധി കൊടുത്തു. അത് അവൻ ദുരുപയോഗം ചെയ്ത് അവൻ തിന്മയിലേക്ക് പോകുമ്പോൾ, ദൈവത്തെ വിട്ടു പോകുമ്പോൾ, ഇതിലും വലുത് കിട്ടുമെന്നും പ്രതീക്ഷിച്ച് അങ്ങോട്ട് പോകുമ്പോൾ, പ്രലോഭനത്തിൽ വീണ് പോകുമ്പോൾ ദൈവം പുറകെ പോവുകയാണ്. എൻ്റെ ജനത്തെ ഞാൻ ഇങ്ങനെയല്ല സൃഷ്ടിച്ചത്, ഇതിനല്ല. ഇത്രയും വലിയ ദൈവസ്നേഹവും കരുണയും നമ്മൾക്ക് എങ്ങനെ അതിൽ വിശദമാക്കാതെ ഇതങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും? ഇത് മനുഷ്യർക്ക് മനസ്സിലാകണ്ടേ? അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. കർത്താവ് നമ്മളെ മനുഷ്യരുടെ ഹൃദയത്തെ പോലെ തന്നെ വികാര വിജൃംഭിതമായ ഒരു ഹൃദയം കൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു. നിങ്ങളെ നയിക്കാൻ മോശയെയും അഹ്റോനെയും മിർയാമിനെയും നിയമിച്ചു. എൻ്റെ ജനമേ, മോവാബ് രാജാവായ ബാലാക്ക് നിങ്ങൾക്കെതിരെ ആലോചിച്ച ഉപായങ്ങളും അവനെ ബെയോറിൻ്റെ മകൻ ബാലാം നൽകിയ മറുപടിയും ഓർക്കുക. ഷിത്തി മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചവർക്ക് ആ പുറപ്പാട് സംഭവം മുഴുവനും അത് ഓർക്കുക. ഞാൻ ഇതിൽ കൂടുതൽ എന്തുവാണ് ചെയ്യുന്നത്? ദൈവം അവരുടെ കൂടെ നടന്നു, പകലും രാത്രിയും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് മുൻപേ പോയി അവർ കൂടാരം അടിക്കേണ്ട സ്ഥലമെല്ലാം കർത്താവ് ഒരുക്കി കാണിച്ചു കൊടുത്തു. ഇവിടെ കൂടാരം അടിക്കുക, ഇവിടെ നിങ്ങൾ ജീവിക്കുക. ഇതെല്ലാം ഇങ്ങനെ പുറകെ നടന്ന് ദൈവം ചെയ്യണം. അവരെ ശിക്ഷിക്കുന്നു. ശിക്ഷണം കൊടുക്കാത്ത പിതാവ് ആരാണുള്ളത്? മക്കൾക്ക് ശിക്ഷണം കൊടുക്കാത്തത്. അങ്ങനെയുള്ള പിതാവ്, ശിക്ഷണം കൊടുക്കാത്ത പിതാവ് മക്കളെ സ്നേഹിക്കുന്നുണ്ടോ? ശിക്ഷണം എന്ന് പറയുമ്പോൾ അടിക്കുക എന്നുള്ളതല്ല, പ്രഹരിക്കുക എന്നുള്ളതല്ല, ശിക്ഷ മാത്രം നടത്തുക എന്നുള്ളതല്ല. പിന്നെയോ ശിക്ഷ അവർക്ക് വേണ്ടുന്ന മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക, തെറ്റ് തിരുത്തുക, പാതകൾ നേരെയാക്കി അവർക്ക് ഡയറക്ഷൻ കൊടുക്കുക, ഗൈഡ് ചെയ്യുക. എന്നിട്ട് വേണ്ടുന്നിടത്ത് ശിക്ഷയും കൊടുക്കുക. അതാണ് ശിക്ഷണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ കൊടുക്കാത്ത പിതാവുണ്ടെങ്കിൽ ആ മക്കളെ അവർ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? കർത്താവ് അങ്ങനെ നശിപ്പിക്കുന്നതല്ല. തൻ്റെ മക്കളെ, തൻ്റെ സൃഷ്ടികളെ മക്കളെപ്പോലെ അവിടുന്ന് സ്നേഹിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഇനി എന്ത് മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് കർത്താവിനെ പ്രീതിപ്പെടുത്തേണ്ടത്, എന്ത് ബലി ഞാൻ അർപ്പിക്കണം എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട, വിവശനാകണ്ട. അത് കർത്താവ് അതിന് ഉത്തരം പറയുകയാണ് ഇവിടെ. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക, വിനീതനായി ജീവിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയം കാണിക്കണം. ഇതല്ലാതെ മറ്റെന്താണ് നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്? കർത്താവിൻ്റെ ആ ഹൃദയം നോക്കണേ. എന്തുമാത്രം കർത്താവ് വേദനിക്കുന്നു നമ്മളെ പ്രതി. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അകന്നു പോവുകയാണ് ദൈവത്തിൽ നിന്ന്. കാരണം ദൈവം അത്യുന്നത പരിശുദ്ധനാണ്. അത്യുന്നതാവസ്ഥയിലുള്ള പരിശുദ്ധിയുടെ അത്യുന്നതാവസ്ഥയിൽ ഉള്ള ആളാണ്. ആ ആളെന്ന് പറയുന്നത് ഉടയവനാണ്. അപ്പോൾ അവിടെ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ തിന്മ ലേശം പോലും ഉണ്ടാകാൻ പാടില്ല, ചിന്തയിൽ പോലും ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇവിടെ കായേനെ ബലി അർപ്പിച്ചപ്പോൾ തിന്മ മാത്രമായിരുന്നു അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നത്. ഞാൻ അവനേക്കാളും കേമനാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് കാണുന്നതും അതാണ്, നമ്മൾ ചെയ്യുന്നതും അങ്ങനെയാണ്, നമ്മൾ അനുഭവിക്കുന്നതും അതുതന്നെയാണ്. മറ്റുള്ളവരെ താഴ്ത്താൻ വേണ്ടി, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നു, പരമാവധി ശ്രമിക്കുക. എന്നിട്ട്
എത്രത്തോളം ഉയരാൻ എനിക്ക് പറ്റുമോ അത്രത്തോളം ഞാൻ ഉയരുക എന്നുള്ളതായി പോയി നമ്മുടെ എല്ലാവരുടെയും ചിന്ത സരണി. ഇവിടെ കർത്താവ് പറയുകയാണ്, ഇവിടെ നമ്മളോടാണ് പറയുന്നത്, നല്ലതെന്തെന്ന് അവിടെ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതിലപ്പുറം എന്ത് വേണം? ഏത് ദൈവമാണ് ഇങ്ങനെ മനുഷ്യൻ്റെ പുറകെ നടന്ന് അവനെ തിരുത്തി കൊണ്ടുപോകുന്നത്? പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. ഇപ്പം മറ്റ് മതസ്ഥരായാലും സമൂഹത്തിലുള്ളവരായാലും കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. ദൈവത്തിൻ്റെ നിങ്ങളുടെ ആ ഹൃദയത്തിൽ നിങ്ങൾ ചിന്തിക്കണം. ഇതുപോലെ ഇതൊന്ന് ഒരു അപ്പോഴത്തേക്കൊന്ന് കേട്ടു അങ്ങനെ അങ്ങ് പോയി എന്നുള്ളതായത് ഹൃദയത്തിൽ പതിയത്തക്കവണ്ണം ചിന്തിക്കുക, ഗ്രഹിക്കുക, എനിക്കിത് ഗ്രഹിക്കണമെന്ന് മനസ്സിലാക്കുക, തീരുമാനമെടുത്ത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം, കുറ്റം പറയണമെങ്കിൽ കുറ്റം പറയാം, തിരുത്തണമെങ്കിൽ തന്നെത്താൻ തിരുത്താനും സാധിക്കും. ദൈവം അതിനുള്ള കൃപ നൽകും. അപ്പോൾ ദൈവം അങ്ങനത്തെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ നമ്മൾ പറയുന്നത് കായേന് ഉചിതമായി 7-ാം വാക്യത്തിൽ പറഞ്ഞു, ഉചിതമായിട്ട് പ്രവർത്തിച്ചാൽ നീ സ്വീകാര്യനാകുകയില്ലേ? സ്വീകാര്യനാകണം, ഉചിതമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ വായിച്ചു കേട്ട ഭാഗമാണ് മിഖയുടെ പ്രവാചകനായ മിഖയുടെ 6-ാം അധ്യായം 13-ാം വാക്യം ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടത്. മിഖ 6:1 മുതൽ 7 വരെ, 1 മുതൽ 5 മുതൽ 7 വരെ വായിച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഇത്രയൊക്കെ നമ്മൾക്ക് സാധിക്കുന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. എങ്കിലേ ഇതൊക്കെ ഇതിനു വേണ്ടി മെനക്കെട്ടിട്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ ദൈവം അങ്ങനെ മനുഷ്യനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നവനല്ല. അപ്പോൾ ചോദിച്ചേക്കാം, മറ്റു മതസ്ഥർക്കും മറ്റുള്ള വിമർശകർക്കും ഒക്കെ ചോദിച്ചേക്കാം, പിന്നെന്തുകൊണ്ട് ദൈവം യഹോവ ഇങ്ങനെ ഒരു ജനതകളെ നിശേഷം നശിപ്പിക്കാൻ, ഉന്മൂലനം ചെയ്ത് കീഴടക്കാനായിട്ട് ചിന്തിച്ചു എന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. പല മാധ്യമങ്ങളിലൊക്കെ, ചില സോഷ്യൽ മീഡിയകളിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, യൂട്യൂബുകളിലൊക്കെ കാണാം ഇങ്ങനെ. അപ്പോൾ എന്തുകൊണ്ട് യഹോവ അങ്ങനെ സ്വീകരിച്ചു? അപ്പോൾ ആ യഹോവ മനുഷ്യനെ സ്നേഹിക്കുന്നതാണോ? മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണോ? എന്നിട്ട് വിനോദിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും മനുഷ്യൻ ഇത്രത്തോളം ആകുന്നിടം വരെ യുഗങ്ങളായിട്ട് അവരെ പരീക്ഷിച്ചില്ലേ ദൈവം? പൂർണ്ണമായിട്ടാകുന്ന ദൈവത്തെ പരിപൂർണമായിട്ട് ധിക്കരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മക്കൾ നമ്മളുടെ കൂടെ, നമ്മുടെ പിതാക്കന്മാരോടെ മക്കൾ ഇങ്ങനെ പരിപൂർണമായിട്ട് മറ്റുള്ളവരെയും കൂടെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് അധിക്ഷേപം ചൊരിയുകയും നമ്മളോട് തിന്മ പ്രവർത്തിക്കുകയും തിന്മ മാത്രം സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു പിതാവിന് എന്താണ് തോന്നുന്നത്? എന്ത് തോന്നും? ദിവസങ്ങളോളം ഇങ്ങനെ തന്നെ, ആണ്ടുകളോളം അങ്ങനെ തന്നെ വരുമ്പോൾ എന്ത് ചെയ്യും? ദൈവവും അന്യനല്ല. ഇത്രത്തോളം ദൈവം യുഗങ്ങളാണ് ക്ഷമിച്ചത്, യുഗങ്ങളോളം. എന്നിട്ടാണ് പറയുന്നത് അവരെ പരിപൂർണമായിട്ട് ഭൂമുഖത്ത് നിന്ന് തുടച്ച് നീക്കിയിട്ട്, ആ ഓർമ്മ പോലും ഇല്ലാതാകത്തക്കോണം തുടച്ച് നീക്കിയിട്ട് നിങ്ങൾ അവിടെ പ്രവേശിച്ച് നിങ്ങൾ നന്മയുള്ളവരായിട്ട് ജീവിക്കണമെന്ന്. എന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് മനസ്സിലാക്കാതാണ് ഓരോരുത്തർ പറയുന്നത്. അപ്പോൾ ദൈവസ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ആ ഉത്കണ്ഠ, ആകുലത, ഈ മനുഷ്യർ എങ്ങനെ എൻ്റെ സൃഷ്ടി, ഞാൻ മെനഞ്ഞെടുത്ത് ഉണ്ടാക്കിയ സൃഷ്ടി, ഞാൻ ബന്ധപ്പെട്ടുണ്ടാക്കിയതാണ്, എൻ്റെ ജീവശ്വാസമാണ് ഞാൻ അവന് കൊടുത്തത്, എൻ്റെ ജീവൻ തന്നെയാണ് കൊടുത്തത്, എൻ്റെ രൂപമാണ് ഞാൻ കൊടുത്തത്, ഭാവിയിൽ മനുഷ്യനായിട്ട് തീരേണ്ടുന്ന ദൈവത്തിൻ്റെ ആ രൂപം തന്നെയാണ് ഞാൻ കൊടുത്തത് എന്നൊക്കെ ചിന്തിക്കാത്ത ഏത് ഒരു മനുഷ്യനുണ്ടോ? ദൈവത്തിനെ ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? യുഗങ്ങൾ, സഹസ്രാബ്ദങ്ങൾ ആയിട്ട് ദൈവം കാണുന്നതാണ്, പരീക്ഷിക്കുന്നതാണ്. അവസാനമാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അത് ഓർമ്മ വേണം. അപ്പോൾ നീ ഉചിതമായിട്ടുള്ള പ്രവൃത്തി ഇതാണ്, ഓർക്കണം. പാപം നിൻ്റെ വാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ട്. അത് നിന്നിൽ താല്പര്യം വെച്ചിട്ടാണ് അതവിടെ പതി കിടക്കുന്നത്. എങ്ങനെയെങ്കിലും അകത്ത് കയറണം, നിന്നെ കിട്ടും. നമ്മളെ കിട്ടുമെന്നറിയാം പാപത്തിന്. അതുകൊണ്ടാണ് ആ പാപത്തിൽ നിന്ന് നമ്മളതിനെ കീഴടക്കണം, നമ്മളതിനെ പുറത്താക്കണം, നമ്മളതിനെ തോൽപ്പിക്കണം. നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട്, വിശ്വാസം കൊണ്ട്
ഒക്കെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് പോകുന്നില്ല. വായിക്കുമ്പോൾ ഓരോ ഭാഗങ്ങളും വരുമ്പോൾ ഞാനത് കൂടുതൽ പറയും. ഒരു ദിവസം കായൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. കർത്താവ് കായനോട് ചോദിച്ചു, നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിൻ്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് തന്നെ വിളിച്ച് കരയുന്നു. പ്രിയപ്പെട്ടവരെ, മണ്ണിൽ നിന്ന് അങ്ങനെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ ഫലം കണ്ണുനീരും രക്തവും വിയർപ്പും എല്ലാം കർത്താവിനോട് വിളിച്ച് കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട് പ്രതികാരത്തിന് വേണ്ടി. അവർ ബലഹീനരായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മളുടെ പ്രവർത്തനം കൊണ്ട് അങ്ങനെ വന്നു പോകുന്നത്. എത്ര പേരെ നമ്മൾ ഒതുക്കി തീർത്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാതയിൽ നമ്മൾക്ക് തടസ്സമാണ്, അല്ലെങ്കിൽ അവരെക്കാളും അവരെവിടെ നിലനിന്നാൽ നമുക്ക് മുന്നിലെത്താൻ, അവരുടെ മുകളിലെത്താൻ കഴിയത്തില്ലെന്ന് കണ്ട് ഏത് രംഗത്തുമുണ്ട്. സാമ്പത്തികമായിട്ട് തന്നെ നമ്മൾ എന്തെല്ലാം ചതിപ്രയോഗങ്ങൾ ചെയ്താണ് ഓരോരുത്തരെയും നമ്മൾ എടുക്കുന്നത്, ഓരോരുത്തർ ഓരോന്നുണ്ടാക്കുന്നത്. ചില വസ്തുക്കളുടെ ഭൂമിയുടെ കാര്യത്തിൽ ഒരാൾ വാങ്ങിക്കാൻ ഒരുങ്ങുന്നു എന്ന് കണ്ടാൽ അതിനെ ചതിപ്രയോഗത്തിലൂടെ ഇവിടെ സാത്താൻ ഹവ്വായെ വഞ്ചിച്ചതുപോലെ കുറ്റങ്ങളും കുറവുകളും ദോഷങ്ങളും പറഞ്ഞിട്ട് നാളെ പിറ്റേന്ന് അത് തൻ്റെ സ്വന്തമാക്കി എടുക്കുന്നു. പാവപ്പെട്ടവരെ ചിലപ്പോൾ അങ്ങ് വിശ്വസിച്ച് അങ്ങ് വീണു പോകും. അങ്ങനെയൊക്കെ ഇല്ലേ? ധനം സ്വന്തമാക്കാൻ നോക്കുന്നില്ലേ? അതുപോലെ എന്തെല്ലാം ഇതുപോലെ നമ്മൾ ചെയ്യുന്നു. പ്രശസ്തി, മറ്റുള്ളവരുടെ പ്രശസ്തി ഇല്ലാതാക്കിയിട്ട് അത് കുപ്രസിദ്ധിയാക്കി പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മളത് പ്രശസ്തിയിലേക്ക് നമ്മൾ ഉയരാനായിട്ട് അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ നോക്കുന്നില്ലേ? അപ്പോൾ ഇതാണ് കർത്താവ് പറയുന്നത്. ഇതെല്ലാം ഈ പ്രയോഗങ്ങൾ, ചതിപ്രയോഗങ്ങൾ, അവഗണനകൾ, നിന്ദകൾ, ഏഷണികൾ, ഇതിൻ്റെ എല്ലാം കണ്ണുനീരിത് അനുഭവിക്കുന്നവരവിടെ നിന്ന് നിലവിളിക്കുന്നുണ്ട്. അത് ദൈവം കേൾക്കും. ദൈവം അതിന് പരിഹാരം കൊടുത്തേ പറ്റത്തുള്ളൂ. അതാണ് ദൈവം പറഞ്ഞത്, നിൻ്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. ഇന്ന് നിലവിളിക്കുന്ന പാപം അനവധിയുണ്ടിങ്ങനെ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് നമ്മളും ഭൗതിക സംസ്കാരത്തിൻ്റെ ഉത്തുംഗതയിലെത്തി നിൽക്കുകയാണ്. അതിൻ്റെ ദോഷഫലമാണ് ഇതൊക്കെ നമ്മൾ ഇന്ന് ഈ കാണുന്നത്, നമ്മൾ ചെയ്യുന്നത്, മറ്റുള്ളവർ നമ്മളിൽ നിന്ന് അനുഭവിക്കുന്നത്. വിശുദ്ധ അംബ്രോസിൻ്റെ സഭാപിതാവായ ആദ്യകാലത്തെ വിശുദ്ധ അംബ്രോസ് സഭാപാരംഗതൻ, അദ്ദേഹം സഭയ്ക്ക് ഗൈഡൻസ് കൊടുത്ത്, ഡയറക്ഷൻസ് കൊടുത്ത്, തൻ്റെ ബുദ്ധിസമ്പത്തിലൂടെ ഡയറക്ഷൻസ് കൊടുത്ത് നയിച്ച ആളാണ്, വ്യാഖ്യാനങ്ങൾ കൊടുത്ത്. അദ്ദേഹം പറയുന്നുണ്ട്, നിൻ്റെ കൂലിക്കാരൻ്റെ കൂലി നിൻ്റെ പെട്ടിയിലിരുന്ന് ആ ധനം ഇരുന്ന് നിലവിളിക്കുകയാണ്, കരയുകയാണ്. അതിനെ നിലവിളിക്കുകയും കരയുകയും ചെയ്യാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ നിലവിളിക്കുകയും കരയുകയും ചെയ്തേനെ. കാരണം അത് വല്ലവൻ്റെയാണ്, നീ കൊടുക്കാത്തതാണ് അർഹിക്കുന്നവന്. ഇത് ആരും ഒരു ഇസങ്ങളൊന്നും പഠിപ്പിച്ചതല്ല. എന്നാ 2000 വർഷങ്ങളായിട്ട് പറഞ്ഞതാണ്. കർത്താവല്ലാതെ ആരാ ഇങ്ങനെ പറഞ്ഞത്? അതിന് വേറെ ഇസങ്ങൾക്കാർക്കും അതിനൊന്നും അതിൻ്റെ പിതൃത്വമൊന്നും ഏറ്റെടുക്കണ്ട. ക്രിസ്തീയ സഭകൾ പഠിപ്പിച്ചതാണ്. വിശുദ്ധ ബൈബിളാണ് അതിൻ്റെ ഉടയവൻ. അത് ആരാ? ബൈബിള് കർത്താവാണ്. കർത്താവിൻ്റെ വചനങ്ങൾ രേഖപ്പെടുത്തി പിൽക്കാലത്തേക്ക് വെച്ചിട്ടുള്ളതാണ്. അതിൽ നിന്നാണ് നിങ്ങൾ ഇതൊക്കെ ഊറ്റം കൊണ്ടുവന്നത്, നിങ്ങളുടെ ഇസങ്ങളുടെയൊക്കെ രചയിതാക്കൾ. അത് ഓർമ്മയിരിക്കണം. എന്നിട്ട് വേണം ക്രിസ്ത്യാനികളെ ദുഷിക്കാനും അധിക്ഷേപിക്കാനുമൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യം മറ്റുള്ളവർക്ക് എന്താ പറയുന്നത്? നിനക്ക് ആവശ്യമായ സമ്പത്ത് ഉണ്ടെന്നിരിക്കെ നിൻ്റെ സഹോദരന് നീ ചെയ്യാത്ത നന്മയ്ക്ക്, ചെയ്യാത്ത സഹായത്തിന് അവൻ്റെ കണ്ണുനീര് വീണെന്ന് വരും. ഇന്ന് ഞാൻ നേരത്തെ പറയുണ്ടായി കഴിഞ്ഞ വീഡിയോയിൽ, അതെനിക്ക് വീണ്ടും എത്രത്തോളം അതിരിക്കാൻ പറ്റും എനിക്കറിഞ്ഞുകൂടാ, ഞാൻ പറഞ്ഞു പോകും. അത് ഇന്ന് എന്തെങ്കിലും മറ്റുള്ളവർ കാണാൻ വേണ്ടി എന്തെങ്കിലും നന്മ ആർക്കെങ്കിലും തൻ്റെ, ചിലപ്പോൾ സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യത്തില്ല. എന്നിട്ട് അത് മറ്റുള്ളവരെ കൊണ്ട്
വൈദികരെ കൊണ്ട് ക്രിസ്തീയ സഭയിൽ തന്നെ മറ്റുള്ളവരുടെ കാര്യം പറയുന്നില്ല. മറ്റുള്ളവരൊക്കെ നമ്മളെ ഞാൻ കാണുമ്പോൾ എനിക്ക് നമ്മളെക്കാളും നല്ല മനസ്സുള്ളവരാണ് മറ്റു മതത്തിലും സമൂഹത്തിലുമൊക്കെ ഉള്ളവർ. എത്രയോ നല്ല മനുഷ്യർ അവരവരുടെ വേദങ്ങളൊക്കെ പഠിച്ച് അവർ അതിലെ നന്മയാണ് അതിൽ കൊടുത്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വ്യാഖ്യാനിച്ചവരും ചിന്തനം നടത്തിയവരും ഒക്കെ ഇപ്പോഴും ചെയ്യുന്നവരും ഒക്കെ തെറ്റിക്കുന്നുണ്ട്. അവർ തെറ്റിച്ച് വേറെ അവരുടേതായിട്ട് സ്വാർത്ഥത കൊണ്ട് മാറ്റിപ്പോവുകയാണ്. വിദ്വേഷം അതിനകത്ത് വമിഞ്ഞു കൂടുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ കുറ്റമാണ്, ദൈവത്തിൻ്റെ കുറ്റമല്ല. ദൈവം പറഞ്ഞു കൊടുത്തതാണ് അത്. ഇതുപോലെ തന്നെ ഈ ഇസ്രായേൽ ജനത്തിന് കിട്ടിയതുപോലെ തന്നെയാണ് അവർക്കും അറിവ് കിട്ടിയത്. അത് പക്ഷേ വ്യാഖ്യാനിച്ചെടുത്തവരുടെ തെറ്റാണ്. ഇവിടെ അങ്ങനെ പറ്റിയിരുന്നു, ഈ ചരിത്രത്തിലും കാണാം. അതൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചും പറഞ്ഞു കൊടുത്തും ചെയ്തിരുന്ന യേശുവിൻ്റെ കാലത്ത് ഫരിസേയരും നിയമജ്ഞരും ഒക്കെ ഉണ്ടായിരുന്നു. അവരും ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ തിന്മ, മറ്റുള്ളവരോട് ചെയ്യുന്ന തിന്മ, അവരുടെ ആവശ്യത്തിന് സഹായിക്കാതിരിക്കുന്ന തിന്മ നിനക്കുണ്ടായിട്ട് നീ സഹായിക്കുന്നില്ല, സഹായിക്കാൻ നിൻ്റെയൊക്കെ കഴിവുണ്ട്, ആസ്തിയുണ്ട്, എന്നിട്ട് ചെയ്യുന്നില്ല. അവൻ വന്ന് യാചിക്കണമെന്നില്ല. വിശുദ്ധ അംബ്രോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ആ വയൽ കർഷകൻ്റെ അടുത്തോട്ട് വരികയല്ല, അവിടെ കൊണ്ടുവന്ന് കർഷകൻ വിതയ്ക്കുകയാണ് ചെയ്യുന്നത്, വിത്ത് വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ വേണം ആവശ്യക്കാരൻ്റെ അടുത്തിട്ട് നമ്മൾ ചെന്ന് അറിഞ്ഞ് കൊടുക്കണം ആരാണെന്ന്. അതിന് പകരം ഇന്ന് നമ്മൾ നിഷേധിക്കുകയാണ്, നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആ ഓരോ നെഗ്ലിജൻസൊക്കെ, നമ്മൾ ആ നിഷേധങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വിശുദ്ധ ബൈബിളുമായിട്ട് നമ്മൾ വാക്യങ്ങളുമായിട്ട് ചിന്തിക്കണം. എന്ത് തിന്മയാണ് നമ്മൾ ചെയ്യുന്നത്? ഏത് ദൈവമാണ് അതൊക്കെ സ്വീകരിക്കുന്നത്? അങ്ങനെയുള്ള തിന്മകൾ ഒരു ദൈവം സ്വീകരിക്കുന്നില്ല. നീ അധ്വാനിക്കുന്നതാണ്. നിനക്ക് ആരാ അധ്വാനിക്കാൻ നിനക്ക് ആരോഗ്യം തന്നത്, നിനക്ക് അതിനുള്ള പ്രാപ്തി തന്നത്, നിനക്ക് അതിനുള്ള സാഹചര്യം തന്നത്? അത് വർദ്ധിക്കാൻ എത്രയോ പേര് അധ്വാനിച്ചിട്ട് നിൻ്റെ മുൻപിൽ തന്നെ നോക്കുക. നമ്മുടെ മുൻപിൽ തന്നെ, നിൻ്റെ അല്ല, നമ്മുടെ മുൻപിൽ തന്നെ നമ്മൾ ചുറ്റുപാടും നോക്കുക. എത്രയോ പേര് അധ്വാനിച്ചിട്ടൊന്നുമില്ലാതെ പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ദൈവം തന്നത്? മറ്റുള്ളവന് വേണ്ടിയാണ്. ആവശ്യത്തിൽ കൂടുതലുള്ളത് അവൻ്റെ സ്വത്താണ്. വിശുദ്ധ യാക്കോബും വിശുദ്ധ അംബ്രോസും ഒക്കെ പറയുന്നതാണ്. അവൻ്റെ സ്വത്താണ്. അവന് കരുതാൻ വേണ്ടി ദൈവം നിന്നെ ഏൽപ്പിച്ചതാണ്, അവൻ്റെ കാര്യം നടത്താൻ വേണ്ടി. കാരണം അവന് അതിനുള്ള കഴിവില്ല, പ്രാപ്തിയില്ല. അത് ദൈവത്തിനറിയാം. അത് ഉപയോഗിക്കാതെ സ്വന്തമായിട്ട് എൻ്റെ ആണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വെച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ചെയ്യുന്ന എന്ത് വലിയ പാതകമാണ് സഹോദരനോട്. അതാണ് പറഞ്ഞിവിടെ, ഉചിതമായിട്ട് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകും. ഈ ഒരു വാക്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ഇരുന്ന് അങ്ങ് പറഞ്ഞാലൊന്നും തീരത്തില്ല. അവിടെ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതുപോലെ നമ്മളെ സഹോദരൻ എന്ന് പറയുമ്പോൾ അവിടെ വീട്ടിലുള്ളവർക്കല്ല, വീട്ടിലുള്ള ആർക്കെങ്കിലും അല്പം എന്തെങ്കിലും ചെയ്തിട്ട്, ബന്ധുക്കളുടെ ചെയ്തിട്ട് അത് വലിയതായിട്ട് കൊട്ടിഘോഷിച്ച് നാട്ടുകാർക്കും സമൂഹത്തിനും എല്ലാം ചെയ്തതായിട്ട് കൊട്ടിഘോഷിച്ച് പറയുന്ന എത്രയോ പേരുണ്ട്. അവരെ പുകഴ്ത്തി പറയുന്ന ഓരോ അവസരം വരും. അല്ലെങ്കിൽ മരണസമയത്ത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കാൻ തോന്നും. ഒരു മനുഷ്യന് 1 രൂപ കാശ് കൊടുത്ത് സഹായിക്കാത്ത വലിയ ധനികർ എത്രയോ പേരാണുള്ളത്. അവൻ്റെ ഒരു രോഗാവസ്ഥയിൽ, പട്ടിണിയിൽ സഹായിക്കാതെ അവനെ അധിക്ഷേപിച്ച് വിട്ടുന്നവരുണ്ട്. എനിക്കറിയാം, ഇത് വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട് പലരും. എന്നിട്ട് അവരെ പറയുന്ന കാരണം, എന്നിട്ട് മരണസമയത്ത് പറയും, മെത്രാന്മാരെ കൊണ്ടും പറയിക്കും, എന്തോ ഒരു മനുഷ്യസ്നേഹിയ, ദൈവസ്നേഹിയ. നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പൊതുവിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനിങ്ങനൊന്നും പറയരുത്. ആരായാലും ശരി തന്നെ അന്വേഷിക്കണം. അവരുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ വീട്ടുകാരോ അവരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേട്ടും കൊണ്ട് അധികാരികൾ അങ്ങനെ പറയാൻ പാടില്ല. യോഹന്നാൻ അതിൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 12-13 വാക്യങ്ങളിൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതാണ് കർത്താവ് കാണിച്ചു തന്നത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ സ്വന്തം ജീവൻ കൊടുക്കുക. സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ബലി അർപ്പിച്ച് കൊടുക്കുക.
ഈ ഒരു വാക്യം കൊണ്ട് എത്രയോ വിശുദ്ധരായിട്ടുള്ള മനുഷ്യരാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കളഞ്ഞത്, ജീവിതത്തെ യാഗം ചെയ്തത് ക്രിസ്തുവിൻ്റെ ഈ വാക്യം കേട്ടുകൊണ്ട്. ഗാന്ധിജിയൊന്നും ഇതിൽ നിന്ന് ഭിന്നനല്ല. ഗാന്ധിജി ഇത് കേട്ടുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് പലതും. സ്വന്തം ജീവൻ അവൾ തൃണവൽഗണിച്ചുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ബൈബിൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും വായിക്കുന്ന ബൈബിൾ ദിവസവും വായിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അതൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ ആണ് നമ്മൾ പലപ്പോഴും ഇതൊക്കെ വിമർശിക്കുന്നത്. അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഇത്രയും ഉന്നതമായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഗാന്ധിജിക്ക് കഴിഞ്ഞത്. അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തും പല ഇതും. നിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായു പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. കായൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടി പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല. കായനെ കൊല്ലുന്നവൻ്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരടയാളം പതിച്ചു. കായൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് വാസം ഉറപ്പിച്ചു. തെറ്റ് ചെയ്ത തിന്മ ചെയ്തവനെ കർത്താവ് ശിക്ഷിക്കുക, അവനെ വിചാരണ ചെയ്യണം. അവനെ ശപിക്കുകയല്ല. ശപിക്കുന്ന അവൻ ഭൂമിയിൽ വിഴുന്ന് നടക്കുന്നവനായിരിക്കും. അവിടെ അതെല്ലാം ഉണ്ട്. അവൻ അങ്ങനെ ഒരു ആത്യന്തികമായ ശാപം കൊടുത്ത് അവനെ ഇല്ലാതാക്കുന്നവയല്ല. തെറ്റ് ചെയ്യുന്നവനെ തള്ളിക്കളയുകയല്ല. നിഷ്കരണം തള്ളിക്കളയല്ല. ആദാമിനെ കൊന്നോ? ഇല്ലല്ലോ. ആദാമിനെ പോയി ഇല്ലാതാക്കി? ഇല്ലല്ലോ. അവന് ചെറിയ ശിക്ഷ കൊടുത്തു, അവനെ ജീവിക്കാൻ അനുവദിച്ചു. ഇനിയും എന്നിട്ടും അവനോട് കരുണ കാണിച്ചു, അവന് മരണം കൊടുത്തു. അത് കരുണയായിരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ എന്താകുമായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എത്ര യുഗങ്ങൾ, സഹസ്രാബ്ദങ്ങൾ മനുഷ്യൻ പാവഭാരവും പേറി ഭ്രാന്ത് പിടിച്ച് ഭ്രാന്തനായിട്ട് ജീവിക്കുകയാണ്. നടക്കൂ? ദൈവം അതിനെ അനുവദിച്ചില്ല. അതാണ് മരണം കൊടുത്തത്. മനസ്സിലാക്കണം. അപ്പോൾ എന്നിട്ട് കായൻ അപ്പോൾ സങ്കടപ്പെട്ട് പറയുകയാണ്. എന്നാലും ചെയ്ത തിന്മയുടെ പേരിലല്ല പറയുന്നത്, അത് ഓർമ്മ വേണം. എന്നിട്ടും ദൈവം അവനെ സ്നേഹിക്കുന്നു, അവനെ നടത്താൻ നോക്കുന്നു, എന്നിട്ട് അവനോട് കരുണ കാണിക്കുന്നു. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കും. കർത്താവ് പറയുന്നത് ഒരിക്കലുമില്ല. നിന്നെ കൊല്ലുന്നതിൻ്റെ മേൽ 7 ഇരട്ടി ഞാൻ പ്രതികാരം ചെയ്യും എന്ന്. അപ്പോൾ കായൻ എന്നിട്ട് കർത്താവിൻ്റെ സന്നിധി വിട്ടു പോയി. കാരണം തിന്മയ്ക്ക് അവിടെ സ്ഥാനമില്ല. ഞാൻ പറഞ്ഞല്ലോ, വെളിച്ചത്തിൻ്റെ മുൻപിൽ ഇരുളിനെന്താ സാങ്കത്യം? അത് ഓടി ഒളിക്കും അല്ലേ? ഇരുൾ അകന്നു പോയേ പറ്റത്തുള്ളൂ. വെളിച്ചമുള്ളെടുത്തതാണ്. അപ്പം നമ്മുടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞെങ്കിൽ, സഹോദര സ്നേഹം നിറഞ്ഞെങ്കിൽ ദൈവസ്നേഹം നമ്മളിൽ നിറയും. ദൈവസ്നേഹം നിറഞ്ഞെങ്കിൽ സഹോദര സ്നേഹവും മനുഷ്യ സ്നേഹവും. സഹോദരൻ എന്ന് പറയുന്ന ബൈബിളിൽ സ്വന്തം സഹോദരൻ്റെ ബന്ധുക്കളെന്നോ ഒന്നുമല്ല, മിത്രങ്ങളോ ആരുമാകാം. അന്നേരം കണ്ടുമുട്ടുന്നവനാകാം. അവന് ആവശ്യമുണ്ടെന്ന് കാണുന്ന അവൻ നമ്മുടെ സഹോദരനാണ്. അപ്പോൾ അവരോടുള്ള സ്നേഹം, മനുഷ്യ സ്നേഹം നിറയുന്നെങ്കിൽ ദൈവസ്നേഹം നിറയും. ദൈവസ്നേഹം നിറയണമെങ്കിൽ മനുഷ്യ സ്നേഹം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അവൻ അവിടം വിട്ട് കർത്താവിൻ്റെ സന്നിധി വിട്ടു പോയി. എന്നിട്ടും കർത്താവ് അവനെ കണ്ടില്ലേ, അവനോട് കരുണ കാണിക്കുകയാണ്. നിന്നെ കൊല്ലുന്നതിന് 7 ഇരട്ടിയായിട്ട് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന്. നമുക്ക് 1 രാജാക്കന്മാർ, കർത്താവ് ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ കർത്താവും സങ്കടപ്പെടും, കണ്ണീര് പൊഴിക്കും. പുതിയ നിയമത്തിൽ കാണാം, മർത്തായുടെയും മറിയത്തിൻ്റെയും ആ അഭ്യർത്ഥന, പ്രാർത്ഥന, സങ്കടം കേട്ട് കർത്താവും ലാസറിനെ പറ്റി, മരിച്ചതിനെ പറ്റി സങ്കടപ്പെടുന്നത്. 1 രാജാക്കന്മാർ അവിടെ ജസബൽ എന്ന് പറയുന്ന ഒരു ദുഷ്ട സ്ത്രീയെ, രാജ്ഞി, സീദോനിലെ രാജാവിൻ്റെ രാജകുമാരിയെ ഇസ്രായേൽ രാജാവ് വിവാഹം ചെയ്തു. കർത്താവിനോട് തിന്മ പ്രവർത്തിച്ച് ജീവിക്കുന്നവരാണവർ.
അപ്പോൾ ആഹാബ് രാജാവ് എന്നിട്ടും ആഹാബും അതുപോലെ തിന്മയിലായി, ജനങ്ങളെയും പ്രേരിപ്പിച്ച് തിന്മ പ്രവർത്തിക്കുന്നതിന്, പാപം കൊണ്ട് ഭൂമി നിറയ്ക്കുന്നതിന്, മ്ലേച്ഛത കൊണ്ട് ദുഷ്ടത കൊണ്ട് നിറയ്ക്കുന്നതിന്. എന്നിട്ട് അതിൽ കൂടെ അയാളും രാജാവും കൂടെ ചേർന്നു. അങ്ങനെ ആ സ്ത്രീയെ വിവാഹം കഴിച്ചപ്പോൾ അവൾ അതിൻ്റെക്കാളും അങ്ങ് അപ്പുറമായിരുന്നു. 400ഓളം ഒരു ചില്ലുവാനം ദുർദേവന്മാരുടെയും ദേവതകളുടെയും പുരോഹിതന്മാരെയും കൊണ്ടാണ് അവൾ വന്നത്. അവരെ തീറ്റിപ്പോറ്റി അവർക്ക് വേണ്ടി രാജ്യത്തിൻ്റെ സമ്പത്ത് വിനിയോഗിക്കുകയും ചെയ്യുകയാണ്. അവൾക്ക് ഇഷ്ടമല്ലാത്തവരെ അവൾ കൊല്ലുകയാണ്. അവൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിന്മ പ്രവർത്തിച്ചെന്ന് അവൾക്ക് അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്ന് ഇതിനൊക്കെ വളം വെച്ചു കൊടുത്ത ഈ രാജാവ്, മൗനിയായിട്ട് നിന്ന രാജാവ്, അവിടെ ഒക്കെ പിന്നെ നമുക്ക് പഠിക്കാം, ചിലയിടത്ത് അങ്ങനെയാണ് സ്ത്രീകളുടെ ഭരണം നടക്കും. അവരുടെ സ്വാർത്ഥതയും ദുഷ്ടതയും വർദ്ധിക്കുമ്പോൾ ഭർത്താവ് മൂകരായിട്ട് നിന്നു പോകും. ഇതെല്ലാം കാരണം അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നു, അതെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. അതുകൊണ്ട് രാജാവ് അവൾ ചെയ്യുന്നതിനെല്ലാം മിണ്ടാതെ നിന്ന് നടന്നു. അപ്പോൾ അവസാനം അത് രാജാവിനെ ശിക്ഷിക്കുകയാണ്. പ്രവാചകൻ ചെന്ന് പറയുമ്പോൾ, ഏലിയ ചെന്ന് പറയുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ നാബോത്തിനെ കൊന്നു. അവൻ മുന്തിരിത്തോട്ടം കൈവശമാക്കിയ വസ്തുക്കൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞത്, വസ്തുക്കളെല്ലാം കൈവശപ്പെടുത്തി. അതെല്ലാം കഴിഞ്ഞിട്ട് അവനെ കൊന്നു. അപ്പോൾ ഏലിയായെ കൊണ്ട് ഈ രാജാവിനോട് പറയാണ്, അവൾ ചെയ്തതിൻ്റെ ശിക്ഷ, അവളുടെ മാംസവും ഇതുപോലെ രക്തം നായ്ക്കൾ കുടിക്കും, നിന്നെയും അതുപോലെ തന്നെ ചെയ്യും. അങ്ങനെയുള്ള ശിക്ഷയാണ് നിനക്ക് വരാൻ പോകുന്നത് പറയുമ്പോൾ എന്ത് ചെയ്യാണ് ഇവിടെ 21-27 ആഹാബ് ഇത് കേട്ട് വസ്ത്രം കീറി ചാക്ക് ഉടുത്ത് ഉപവസിക്കുകയും ചാക്ക് വിരിച്ച് ഉറങ്ങുകയും മനം തകർന്ന് തല താഴ്ത്തി നടക്കുകയും ചെയ്തു. കണ്ട് ആഹാബിൻ്റെ ആ ചിത്രീകരണം, ആഹാബിനെ പറ്റി ഇതെല്ലാം ഇത്രയെല്ലാം ശിക്ഷകൾ വരുമെന്ന് കേട്ടപ്പോൾ ആ തെറ്റിനെ പറ്റി അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിസ്സഹായനാണ്. ജസബൽ എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയാണ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഈ നരഹത്യകളെല്ലാം ചെയ്യുന്നത്, ഈ ചതികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, കട്ടിലിലോ മെത്തയിലോ കിടക്കാതെ ചാക്ക് വിരിച്ച് തറയിൽ കിടന്നു, ചാക്ക് വസ്ത്രം ഉടുത്തു, ഉപവസിച്ച് കഴിഞ്ഞു. തല താഴ്ത്തി മറ്റുള്ളവരുടെ മുൻപിൽ തല താഴ്ത്തി പുതച്ച് നടന്നു. കാരണം താൻ ഒരു ഉയർച്ചയെ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരെക്കാളും താഴ്ന്നവനാണ് എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ കർത്താവ് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുക, ഞാനത് പറയാനാണ് ഇതെടുത്തത്. അപ്പോൾ കർത്താവ് ഏലിയായോട് പറയുകയാണ്, ആഹാബ് എൻ്റെ മുൻപിൽ എളിമപ്പെട്ടത് നീ കണ്ടില്ലേ? നോക്ക്, ഒരു പിതാവിൻ്റെ സ്നേഹം. മക്കൾ പിതാവെ എന്ന് വിളിക്കുമ്പോൾ ചെയ്തു പോയ തെറ്റുകളെല്ലാം പറഞ്ഞ് അവിടെ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ കരങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കരഞ്ഞു പറയുമ്പോൾ ഒരു വികാര തരളിതനാകുന്ന, എല്ലാം ക്ഷമിച്ച് തരളിതനാകുന്ന ഒരു പിതാവിൻ്റെ ആ ഹൃദയമല്ലേ ഇവിടെ കർത്താവ് കാണിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ആഹാബ് എൻ്റെ മുൻപിൽ, ആഹാബ് രാജ എളിമപ്പെട്ടത് നീ കണ്ടില്ലേ? അവൻ തന്നെ താഴ്ത്തിയതിനാൽ അവൻ്റെ ജീവിതകാലത്ത് ഞാൻ നാശം വരുത്തുകയില്ല. നോക്കണം, കർത്താവ് എന്ത് കരുണയാണ് കാണിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ തോന്നും, ഇതെന്തോ ദൈവമാണ്. ദൈവം അങ്ങനെ, നമ്മുടെ ദൈവം അങ്ങനെയാണ്. അല്ലാതെ ഉടനെ കൊന്നുകളയുക, വെട്ടി കഷണമാക്കുക, ചുട്ടരിക്കുക, കുഴിച്ചിടുക, ഇതല്ല. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ കൂടെ നടന്ന് നമ്മളെ തിരുത്തുന്ന ദൈവമാണ്, നയിക്കുന്ന ദൈവമാണ്. നീ അങ്ങോട്ട് പോകല്ലേ, അവിടെ വീഴുമെന്ന് പറയുന്ന ദൈവമാണ്. ഇങ്ങോട്ട് പിടിച്ചു മാറ്റി ബലമായിട്ട് തള്ളി മാറ്റുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ അത് നമ്മൾ അനുഭവിക്കണം, കാണണം. അത് പറയുന്നത്, അവൻ്റെ ജീവിതകാലത്ത് ഞാൻ അവന് നാശം വരുത്തുകയില്ല. ഇത്രയും പറയാൻ ദൈവം ഇങ്ങനെയുള്ള ദൈവത്തെയാണോ നമ്മൾ നിരാകരിക്കുന്നത്? കേവലം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി. കർത്താവ് ഇവിടെ പുതിയ നിയമത്തിലും പറയുന്നുണ്ട്. ഇത് ലൂക്കായുടെ സുവിശേഷം 13:34 ജെറുസലേമിനെ കുറിച്ചുള്ള വിലാപം. അത് പറയുന്നത് എന്ത് രസമാണ്, കർത്താവിൻ്റെ ആ സ്നേഹം കാണിക്കുന്നത് ജനതയോട്. ജെറുസലേമിനെ കുറിച്ചുള്ള വിലാപം. അവൻ പറഞ്ഞു, നിങ്ങൾ കുറുക്കനോട് പറയുവിൻ,
കർത്താവ് 34-ാം അധ്യായം 34-ാം വാക്യം 13. ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിൻ്റെ സന്താനങ്ങളെ ഒന്നിച്ച് ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചിരുന്നു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. കണ്ടോ കർത്താവിൻ്റെ ആ ഹൃദയം കണ്ടോ? നിങ്ങളെ തള്ളക്കോഴി പരുന്തോ മറ്റു കുഞ്ഞുങ്ങളെ റാഞ്ചാനായിട്ട് വരുമ്പോൾ ആ ചിറകിൻ്റെ കീഴിൽ ചേർത്ത് പിടിച്ചിങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നത്, ചിറക് വിരിച്ച് സംരക്ഷിച്ച് നിർത്തുന്നത് പോലെ നിങ്ങളെ നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. ഇസ്രായേൽ ജനത്തെ, യഹൂദ ജനത്തെ ദൈവം തേടി വന്നിട്ട്, പക്ഷെ അവർ സമ്മതിച്ചില്ല. അവർ ദൈവത്തെ വിശ്വസിച്ചില്ല, അനുവദിച്ചില്ല. അതാണ് കർത്താവ് ഇവിടെ നിന്ന് വിലപിച്ച് പറയുകയാണ്. ഞാൻ കണ്ണീരോടെ കൂടെ പറയുകയാണ്, ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു. ഇതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ദൈവമാണ്. നമ്മൾ മടങ്ങി വരാൻ വേണ്ടി, എന്നിട്ട് ആ മടങ്ങി വരുമ്പോൾ ആനന്ദിക്കുന്ന ദൈവമാണ് കെട്ടിപ്പിടിച്ച്. ഞാൻ നേരത്തെ ഫ്രാൻസിസ് തോംസൻ്റെ ഇത് ഖണ്ഡകാവ്യത്തിലുള്ള ഹൗണ്ട് ഓഫ് ഹെവൻ, അതിലുള്ള 1-2 പോയംസ് വരികൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവിടെ ദൈവം നമ്മളെ അന്വേഷിച്ച് ഇങ്ങനെ നടന്ന് കെട്ടിപ്പിടിച്ച് നമ്മളെ സ്നേഹിച്ച് നമ്മളെ ദൈവത്തിൻ്റേതാക്കാൻ, പഴയ രീതിയിലുള്ള ആ സ്നേഹത്തെ, ദൈവത്തിൻ്റെ കൂടെ സ്നേഹത്തിൽ കഴിയുന്നതിന് നമ്മളെ യോഗ്യരാക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്. ദൈവത്തിന് സ്നേഹിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം, സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയതാണ്. മറ്റുള്ള സൃഷ്ടികളുണ്ടാക്കിയ പോലെ അങ്ങ് ഉണ്ടാക്കുന്നതല്ല, പറഞ്ഞിട്ട് ചെയ്യുകയല്ല, തൻ്റെ ജീവശ്വാസം തന്നെ കൊടുത്തുണ്ടാക്കിയതാണ്. അപ്പം ദൈവവും മനുഷ്യനുമായിട്ട് അങ്ങനത്തെ ആ ബന്ധമാണ്, ആത്മബന്ധം ബന്ധം എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ബന്ധമാണ്, ജീവബന്ധമാണത്. അത് മനസ്സിലാക്കണം. അപ്പോൾ ആ ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് വിരോധിപ്പിക്കാൻ തോന്നുക, വേദനിപ്പിക്കാൻ തോന്നുക? ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുകയാണ് ഇവിടെ. ജെറുസലേം എന്തുമാത്രം തിന്മകളാണ് ദൈവം അവരുടെ അടുക്കലേക്ക് അവരുടെ തെറ്റുകൾ തീർത്താൻ അയച്ചിട്ടുള്ളവരുടെ പ്രവാചകന്മാരെല്ലാം അവർ കൊന്നു, നിഷ്കരണം വധിച്ചു. അയക്കുന്നവരെല്ലാം അവർ ആട്ടി ഓടിച്ചു, നിഷ്കരണം വധിച്ചു. എന്നിട്ടും കർത്താവ് പറയുന്നത്, എന്നിട്ടും ഞാൻ നിങ്ങളെ ചേർത്ത് നിർത്താനായിട്ട് ആഗ്രഹിച്ചു, എന്നിട്ടും നിങ്ങൾ വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ കർത്താവ് ആ രക്ഷാകര പദ്ധതി നീട്ടിക്കൊണ്ടുപോയി ഇന്നത്തെ നമ്മുടെ കാലത്തെ പോലെ നമ്മുടെ കാലത്തേക്ക് ആക്കിയത്. അല്ലെങ്കിൽ നമ്മൾക്കും പറ്റുകയില്ലായിരുന്നു. അവർക്ക് ഇങ്ങനെ നീണ്ടുപോയി. കർത്താവിൻ്റെ യഹൂദ ജനത്തെ നമ്മുടെ കൂടെ കൊണ്ടുവരുന്നതിന് കർത്താവ് അവരെ നോക്കിയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് രക്ഷപ്പെടുമോ? അപ്പോൾ വിജാതീയരായ നമുക്ക് എഫേസോസിലെ ലേഖനത്തിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത്, തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ലോകം സ്ഥാപിക്കുന്നതിന്, അത് ഈ ലോകസ്ഥാപനമൊക്കെ നടക്കുന്ന യുഗങ്ങൾ ഈ ചരിത്ര അതീത കാലങ്ങൾക്ക് മുൻപ് തന്നെ ദൈവം നമ്മളെ കണ്ടിരുന്നു, നമ്മളെ തിരഞ്ഞെടുത്തിരുന്നു. കാരണം യഹൂദജനം പോകും, പകരം നമുക്ക് ദൈവത്തിന് എല്ലാവരെയും വേണം. ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നല്ല, വിജാതീയരായ ജനമെന്ന്. വിജാതീയരെന്ന് പറയുമ്പോൾ ദൈവവിശ്വാസികളല്ലാത്തവരെ, സത്യദൈവത്തെ വിശ്വസിക്കാത്തവരെയാണ് വിജാതീയരെന്ന് പറയുന്നത്, അല്ലാതെ ജാതി ബോധമല്ല അത്. അപ്പോൾ അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ കൂടെ കൊണ്ടുവരണം, നോക്കണം, ദൈവസ്നേഹം കൊണ്ടുവരണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. അന്ന് അവിടുന്ന് നമ്മളെ ക്രിസ്തുവിലാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ക്രിസ്തു വന്ന് വേണം ആ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കാനായിട്ട്. സ്ത്രീയുടെ സന്തതി വന്ന് സാത്താൻ്റെ തല തകർക്കുന്നു. അപ്പോൾ അത് ഓർമ്മയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നീട്ടിക്കൊണ്ട് പോയത് ക്രിസ്തു വരാണ്ട്. അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾ ഇങ്ങനെ മനുഷ്യൻ കഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ട് അപ്പോൾ രക്ഷിച്ചില്ല എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. നേരിട്ട് ചോദിക്കുന്നവർ ഞാൻ കേട്ടിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞവരും ഉണ്ട് എന്നോട് അപ്പോൾ സമയത്ത്. അപ്പോഴങ്ങനെയല്ല,
ദൈവം ചിന്തിച്ചത് നമ്മളെയും കൂടെ കണ്ടുകൊണ്ട് ഇനിയും വരാനിരിക്കുന്ന കാലത്തുള്ളവരെയും ദൈവത്തെ അറിയാത്തവരെയും കൂടെ ചേർത്ത് പിടിക്കണം, ഒന്നിച്ച് കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ് അവിടുന്ന് നമ്മളെ എടുത്തത്. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. മുൻകൂട്ടി എന്ന് പറഞ്ഞാൽ എന്നാ? ഈ സമയത്ത് ഏതാ ഈ രക്ഷാകര പദ്ധതി വാഗ്ദാനം ചെയ്തപ്പോൾ 3-ാം അധ്യായത്തിൽ. അതിൽ ചരിത്രമില്ല. ചരിത്രങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ്, യുഗങ്ങൾക്ക് മുൻപ്, അത് നമ്മൾ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാലങ്ങളാണ് ഉണ്ടായി. അങ്ങനെ അവിടുന്ന് ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്രേ. 1-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം. 11 തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇതിപ്പോൾ 3 പ്രാവശ്യം പറയും ഇവിടെ ഈ 10-11-ാം വാക്യം വരെ വന്നപ്പോൾ. ഇത് മുൻകൂട്ടി കർത്താവ് തീരുമാനിച്ചുറപ്പിച്ചാണ് നമ്മളെ നേടണം. നമ്മളെ ഓരോരുത്തരെയും നമ്മളെയൊക്കെ അന്ന് കണ്ടിരുന്നു, അത് ഓർമ്മ വേണം. അതിനുവേണ്ടിയാണ് ഈ രക്ഷാകര പദ്ധതി നീട്ടിക്കൊണ്ട് പോയത്. ക്രിസ്തുവിൻ്റെ വരവ്, യേശു ദൈവപുത്രൻ, ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് പിറക്കുന്നതിന്. കാരണം പിറക്കുന്നത് അത് രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾക്ക് ദൈവം എപ്പോഴും സ്നേഹിക്കുന്നവനാണ്, കരുണയുള്ളവനാണ്, ക്ഷമയുള്ളവനാണ്. അതേസമയം രാജാവാണ്, സകലത്തിൻ്റെയും എല്ലാമാണ്, എല്ലാ അധികാരമുണ്ട്. എന്നാലും ആ കരുണയും ക്ഷമയും സ്നേഹവുമാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന കായേൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഞാൻ നിൽക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് നോദ് ദേശത്ത് പോയി വാസം ഉറപ്പിച്ചു. ഏതിന് കിഴക്ക്, ഏതൻ എന്ന് പറയുമ്പോൾ റാക്കിൻ്റെയൊക്കെ ആ ഭാഗമാണ്. അവിടുന്ന് കിഴക്ക് ദേശത്തോട്ട് പോയി അവിടുന്ന് അവൻ പോയി വാസം ഉറപ്പിച്ചു. ഇനി കായൻ്റെ സന്താന പരമ്പര അപ്പോൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് തീർക്കാം. പറ്റുമെങ്കിൽ 5-ാം അധ്യായവും കൂടെ എടുക്കാൻ നോക്കണം. 5-ാം അധ്യായം കൂടെ, അത് വളരെ വലിയ കാര്യമില്ലെന്ന് തോന്നുന്നു. വിശദീകരിക്കേണ്ടുന്ന ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് കേട്ട് ചിന്തിക്കണം, ധ്യാനിക്കണം. ഇപ്പോൾ അസുഖമില്ലാതെ കിടക്കുന്നവർ, ഡിപ്രഷനിലായി കിടക്കുന്നവർ, ആയിട്ടുള്ളവർ, അനുഭവിക്കുന്നവർ, അതിൻ്റെ വേദനകൾ അനുഭവിക്കുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരിയണം. ഈ കരുണയും സ്നേഹവും കേട്ട് ഈ വാക്യങ്ങൾ ധ്യാനിക്കണം. ഓരോ വാക്യവും ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ വായിച്ച് ഒരു 10 മിനിറ്റ് ധ്യാനിക്കാനിരുന്നാൽ നിങ്ങളുടെ ഡിപ്രഷന്, നിങ്ങളുടെ മനസ്സിൻ്റെ കാലുഷ്യം, എല്ലാം സ്വസ്ഥതയില്ലായ്മ, ഉറക്കമില്ലായ്മ, ഇതെല്ലാം മാറിക്കിട്ടും. അതിനുള്ള മരുന്നുകളാണ് ഈ വാക്യങ്ങളെല്ലാം. കർത്താവിൻ്റെ സ്നേഹവും കരുണയും കരുതലും ക്ഷമയും ധ്യാനിച്ചാൽ തന്നെ എല്ലാം മാറിക്കിട്ടും. എല്ലാം സമ്പൂർണ്ണ സൗഖ്യം കിട്ടും. അത് ആത്മീയമായിട്ടായാലും ലൗകികമായിട്ടായാലും എല്ലാം. ലൗകിക സമ്പത്ത് എല്ലാം എന്തു ചെയ്യണം? കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം, അന്യന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് കർത്താവിൻ്റെ മഹത്വത്തിനാകുന്നത്. അപ്പം മനുഷ്യനെ കൊല്ലുന്നത് മാത്രമല്ല, ഞാൻ അടുത്ത് പറയാം, കർത്താവിന് തിന്മയുള്ളത്, അതായത് അക്ഷരാർത്ഥത്തിൽ അവൻ്റെ ജീവൻ അപഹരിക്കുന്നത് മാത്രമല്ല കൊല. ഒക്കെ അടുത്ത പ്രാവശ്യം പറയാം, നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പം കൊലയെ പറ്റിയും കൂടെ ഇനിയും പറയണം. അപ്പം പെട്ടെന്ന് അത് വരുന്നു, പക്ഷേ ആ ഒരു പ്രചോദനം വരുന്നു. അത് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് പറയാം. മനുഷ്യൻ കൊലയെന്ന് പറയുമ്പോൾ അവനെ അക്ഷരാർത്ഥത്തിൽ അവൻ്റെ ജീവൻ അപഹരിക്കുന്ന, അവൻ്റെ ബയോളജിക്കൽ ജീവൻ അപഹരിക്കുന്ന, ഫിസിക്കലി അവനെ മർഡർ ചെയ്യുന്ന, അവനെ വധിക്കുന്നതല്ല മാത്രമല്ല കൊല. അതേ ഡെൻസിറ്റി, അതിന് സാന്ദ്രത തന്നെ, മറ്റേ ഗാഠത തന്നെ മറ്റ് ആ പ്രവൃത്തികളുള്ള കൊലയ്ക്കും വരും.
നമുക്ക് അടുത്ത ആഴ്ച വ്യക്തമാക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇതെല്ലാം ഹൃദയസ്ഥമാക്കുന്നതിനും നമ്മൾക്ക് ധ്യാനിക്കുന്നതിനും നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ വിശ്വാസത്തെ വളർത്തട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം തരട്ടെ, ആ ഒരു പ്രചോദനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. ഈ ഓരോ വാക്യങ്ങളും ഓരോ എപ്പിസോഡിലും ഉള്ളത് നിങ്ങൾ കേട്ട് അത് ധ്യാനിക്കണം. ഒരിക്കലും പറഞ്ഞ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ്, അല്ലെങ്കിൽ ഞാനും ഇത് വളരെ ഇച്ചിരി പ്രയാസപ്പെട്ടൊക്കെയാണ് ഇതൊക്കെ പറയുന്നത്, പ്രതിയാഗം സഹിച്ചൊക്കെയാണ്. അത് പ്രയോജനപ്പെടണം. അത് നിങ്ങൾക്കും പ്രയോജനപ്പെടണം. നിങ്ങൾക്ക് പ്രയോജനപ്പെടുമ്പോഴാണല്ലോ എനിക്കും ഒരു സന്തോഷം വരും. ദൈവം അതെന്നെ അറിയിക്കും. അത് തീർച്ചയായിട്ടും അതാണ്. കാരണം അതാണ് ദൈവത്തിൻ്റെ ആ സ്നേഹം. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളിലും ദൈവം അതിനുള്ള അറിവ് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ക്രിസ്ത്യാനികൾ മാത്രമല്ല, മറ്റു മതത്തിൽപ്പെട്ടവരും എല്ലാവരും തന്നെ അത് കേട്ട് മനസ്സിലാക്കണം, അറിയണം, ഇതറിയാൻ ആഗ്രഹിക്കണം. എന്തെങ്കിലും ആകട്ടെ എന്നും വിചാരിച്ച് ഒന്ന് ശ്രമിച്ച് നോക്കുക, ബാക്കി ദൈവം നോക്കിക്കൊള്ളും. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ബാക്കി ദൈവവും നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവർ പ്രാർത്ഥനാ സഹായം, എത്രയോ പേര് പ്രാർത്ഥനാ സഹായം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വയ്യാത്തവരുണ്ട്. അവരുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലെല്ലാം ദൈവത്തെ ഇടപെടുത്തേണ്ടുന്നതിനും അവരെ അതിനുവേണ്ടി സമർപ്പിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നതാണ് അവിടെ പ്രാർത്ഥനാ സഹായം എന്ന് പറയുന്നത്. അതിനുവേണ്ടി പരിശ്രമിക്കുക, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവരെയൊക്കെ സമർപ്പിക്കുക, ഓർമ്മയിൽ കൊണ്ടുവരിക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് പ്രാർത്ഥിച്ച് തീർക്കരുത്. ഞാൻ സമയം പോകുന്നു, എനിക്ക് വീഡിയോയിൽ ഒരുപാട് ജോലിയാകുന്നു ചെയ്യുമ്പോൾ, അതുകൊണ്ട് ഇൻ്റർനെറ്റും കൂടുതൽ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഞാനത് സ്വിച്ച് ബോർഡ് നിർത്തുകയാണ്, പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും ദൈവത്തെ സ്തുതിച്ചും ധ്യാനിച്ച് ഈ വചനങ്ങൾ ധ്യാനിച്ചും പ്രാർത്ഥിക്കാനായിട്ട് എടുക്കുക. ആ രോഗികളുടെ അടുത്ത് വെച്ചാണെങ്കിൽ രോഗികൾക്ക് ഏറ്റവും അത് ഗുണം ചെയ്യും, നിങ്ങൾക്കും ഗുണം ചെയ്യും. രോഗികളെ അതിന് നിർബന്ധിക്കുക. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, 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 നന്ദി. സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം. അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ കരുണയെപ്പറ്റി, സ്നേഹത്തെപ്പറ്റി, അവിടുത്തെ കരുതലിനെ പറ്റി, ഞങ്ങളെപ്പറ്റിയുള്ള അവിടുത്തെ ഉത്കണ്ഠകളെപ്പറ്റി അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിന് കർത്താവേ നന്ദി, നന്ദി, സ്തോത്രം. പരിശുദ്ധാത്മാവേ അവിടുത്തെ സ്തുതിക്കുന്നു, ഞങ്ങൾക്ക് ബോധം തന്നതിന് ശേഷിന് നന്ദി. കർത്താവേ, ഞങ്ങളിത് ഹൃദയത്തിൽ ആഴമായിട്ടിത് പതിക്കണമേ, പതിച്ചു തരണമേ. ഞങ്ങൾ ബലഹീനരാകൊണ്ട് ഞങ്ങൾ വിട്ടുപോകും, എങ്കിലും അവിടുന്ന് ഞങ്ങളെ ബലമായിട്ട് പിടിച്ചിരുത്തി ഞങ്ങളെ ഞങ്ങൾ ഹൃദയത്തിൽ പതിപ്പിച്ചു തരണം, ഞങ്ങളെ ബോധതലങ്ങളിൽ പതിപ്പിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. കർത്താവേ, എല്ലാ രോഗികളുടെയും പ്രശ്നങ്ങളുടെയും എല്ലാത്തിൻ്റെയും നടുവിൽ അവിടുത്തെ വചനം ഉണ്ടായിരിക്കട്ടെ, അവിടുത്തെ മഹത്വം ഇറങ്ങി വരട്ടെ. ഡിപ്രഷൻ അനുഭവിക്കുന്നവരുടെ ഹൃദയത്തിലെ നാഡി ഞരമ്പുകൾ, അവരുടെ ബോധതലങ്ങളിലെല്ലാം അവിടുത്തെ മഹത്വം നിറഞ്ഞ് കവിയട്ടെ, ആവസിക്കട്ടെ. എല്ലായിടത്തും അവരുടെ മനസ്സുകൾ, തലച്ചോറ് മുഴുവനും ആവസിക്കട്ടെ. അവിടുത്തെ ആ മഹത്വം, അവിടുത്തെ ആ ശക്തി ഇറങ്ങി വന്ന് ആവസിച്ച് അവിടുന്ന് എല്ലാം പൂർണ്ണമായിട്ട് അവരുടെ ഡിപ്രഷൻ സുഖമാക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് അവരുടെ മേൽ ചിറകടിച്ച് അവിടുന്ന് അവരെ ചിറകടിച്ച് ഉയരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരിൽ വട്ടമിട്ട് ആവസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവിടുത്തെ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ രാജാവ്, ഞങ്ങളുടെ സർവസ്വമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സ്തോത്രവും മഹത്വവും പുകഴ്ചയും അവിടുത്തേക്ക് ഞങ്ങൾ കരയേറ്റുന്നു, സദാ നേരവും കരയേറ്റുന്നു. ആമീൻ. സ്തോത്രം, ഹല്ലേലൂയ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ.